നമസ്കാരം. ജനുവരി 1 മുതൽ 8ാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ലക്ഷക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാർ ശമ്പള വർധനവിനായി കാത്തിരിക്കുകയാണ്. 8ാം ശമ്പള കമ്മീഷന്റെ ഏറ്റവും വലിയ ചർച്ചകൾ ശമ്പള വർധനവും ഫിറ്റ്മെന്റ് ഘടകവുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പേയ്മെന്റ് തീരുമാനിക്കുന്നത്. നിലവിലെ CPC ആയ 7ാം ശമ്പള കമ്മീഷന്റെ സാധ്യത ഡിസംബർ 31 അവസാനിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ 8ാം ശമ്പള കമ്മീഷന്റെ ഇതുവരെ പ്രഖ്യാപിക്കാത്ത വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരും. സാധാരണയായി ശമ്പള കമ്മീഷനുകളുടെ ശുപാർശകൾ ഓരോ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നടപ്പിലാക്കുന്നത്. കമ്മീഷൻ ശമ്പള പരിഷ്കരണ പ്രഖ്യാപനം ഔദ്യോഗികമായി വന്നതിന് ശേഷം മാത്രമേ ജീവനക്കാർക്ക് പുതുക്കിയ ശമ്പളം ലഭിക്കൂ. എങ്കിലും ജനുവരി മുതൽ കുടിശ്ശിക കുമിഞ്ഞുകൂടാൻ തുടങ്ങും. 8ാം ശമ്പള കമ്മീഷന്റെ വ്യവസ്ഥകൾ പ്രഖ്യാപിച്ചതിന് ശേഷം അവ പുറത്തിറക്കും. എന്നിരുന്നാലും 8ാം ശമ്പള കമ്മീഷൻ ശമ്പള വർധനവ് എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് ഒരു വ്യക്തതയുമില്ല. സങ്കീർണമായ കുടിശ്ശികയുടെ കണക്കുകൂട്ടൽ അത് പ്രക്രിയയെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിന് സർക്കാർ പതിവിലും നേരത്തെ ഈ ഒരു പരിഷ്കരണം പ്രഖ്യാപിച്ചേക്കാം. ദില്ലി സർവകലാശാലയിലെ മോട്ടിലാൽ നെഹ്റു കോളേജിലെ സാമ്പത്തിക വിദഗ്ധനും പ്രൊഫസറുമായ പ്രൊഫസർ രജനീഷ് ക്ലർ പറയുന്നതനുസരിച്ച് CPC അംഗങ്ങൾ നിർദ്ദേശിക്കുന്ന ഫിറ്റ്മെന്റ് ഘടകത്തിന്റെ അടിസ്ഥാനത്തിലാണ് 8ാം ശമ്പള കമ്മീഷൻ ശമ്പള വർധനവ് തീരുമാനിക്കുന്നത്. പുതിയ അടിസ്ഥാന ശമ്പളം കണക്കാക്കാൻ പുതിയ CPC ഉപയോഗിക്കുന്ന ഗുണിതമാണ് ഫിറ്റ്മെന്റ് ഘടകം. ഫിറ്റ്മെന്റ് ഘടകം നിർണ്ണയിക്കാൻ 8ാം ശമ്പള കമ്മീഷൻ പണപ്പെരുപ്പും ഉൾപ്പെടെയുള്ള നിരവധി ഘടകങ്ങൾ കണക്കിലെടുക്കും. 7ാം ശമ്പള കമ്മീഷൻ കീഴിൽ ഫിറ്റ്മെന്റ് ഘടകം 2.57 ആയിരുന്നു. പുതിയ ശമ്പള കമ്മീഷൻ നിലവിൽ വന്നതിന് ശേഷം എല്ലാ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അടിസ്ഥാന ശമ്പളം ഗണ്യമായി വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 8ാം ശമ്പള കമ്മീഷൻ ശമ്പള വർധനവ് ജീവനക്കാരിൽ നിന്ന് ജീവനക്കാരിലേക്ക് അവരുടെ ലെവലിനെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ 18 ലെവലുകൾ ഉണ്ട്. അത് ലെവൽ 1 എൻട്രി അല്ലെങ്കിൽ ഗ്രൂപ്പ് D ജീവനക്കാർ, ലെവൽ 2 മുതൽ 9 വരെ ഗ്രൂപ്പ് C ജീവനക്കാർ, ലെവൽ 10 മുതൽ 12 വരെ ഗ്രൂപ്പ് B ജീവനക്കാർ, ലെവൽ 13 മുതൽ 18 വരെ ഗ്രൂപ്പ് A ജീവനക്കാർ എന്നിവയാണ് അവ. ഫിറ്റ്മെന്റ് ഘടകം 2.15 നിലനിർത്തിയേക്കുമെന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. ഫിറ്റ്മെന്റ് ഘടകം 2.15 നിലനിർത്തിയാൽ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം എത്രമാത്രം വർദ്ധിക്കുമെന്ന് പരിശോധിക്കാം. ലെവൽ 1 ജീവനക്കാർക്ക് നിലവിലെ ശമ്പളം 18,000 രൂപയാണ്. ഫിറ്റ്മെന്റ് ഘടകം 2.15 പ്രകാരം ഇത് 38,700 രൂപയായി മാറും. അതായത് 20,700 രൂപ വർദ്ധിക്കും. ലെവൽ 5 നിലവിലെ ശമ്പളം 29,200 രൂപയാണ്. ഇത് 62,780 രൂപയായി മാറും. വർധനവ് 33,580 രൂപ. ലെവൽ 10 ശമ്പളം 56,100 രൂപയാണ്. ഇത് 1,20,615 രൂപയായി മാറും. വർധനവ് 64,515 രൂപ. അതോടൊപ്പം തന്നെ ലെവൽ 15 നിലവിലെ ശമ്പളം 1,82,200 രൂപയാണ്. ഇത് 3,91,730 രൂപയായി മാറും. വർധനവ് 2,09,530 രൂപ. ലെവൽ 18 നിലവിലെ ശമ്പളം 2,50,000 ഇത് 5,37,000 ഇത് മാറും. അതായത് ക്യാബിനറ്റ് സെക്രട്ടറി പോലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ലെവൽ 18 സർക്കാർ ജീവനക്കാർക്കാണ് ഏറ്റവും കൂടുതൽ 8ാം ശമ്പള കമ്മീഷനിലെ വർധനവ് ഉണ്ടാകാൻ പോകുന്നത്.